ഈ ദേവാലയത്തിലെ ദുസ്കുദിശൻ പുതുതായി നിർമ്മിച്ച് ഈ പള്ളി മനോഹരമാക്കി പെയിൻറ്റുമൊക്കെ ചെയ്ത് വീണ്ടും പുനർസമർപ്പിക്കുന്ന ശുശ്രൂഷയാണ് നടക്കുന്നത്. മൂറോൻ കൂദാശ ഈ ദേവാലയത്തിന് നടത്തിയതാണ്. മൂറോൻ നമുക്കറിയാമല്ലോ, മാമോദീസ മുക്കുമ്പോഴും ദേവാലയ കൂദാശയ്ക്കും മാത്രമാണ് മൂറോൻ അഭിഷേകം നടത്തുന്നത്. അതൊരു പ്രാവശ്യമേ നടത്തുകയുള്ളൂ. മനുഷ്യനെ സഭയിൽ അംഗമായി തീരുമ്പോൾ മാമോദീസായിൽ മൂറോൻ അഭിഷേകം ജീവിതത്തിൽ ഒരു പ്രാവശ്യമേ നടത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ദേവാലയത്തിന് മൂറോൻ അഭിഷേകം ഒരു പ്രാവശ്യമേ നടത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഇത് സമർപ്പിക്കുന്ന ശുശ്രൂഷയാണ്, ഇത് ശുദ്ധീകരിക്കുന്ന ശുശ്രൂഷയാണ് ഇവിടെ നടക്കുന്നത്. ദേവാലയം എപ്പോഴും വിശുദ്ധമായിരിക്കണം എന്നുള്ളതാണ്. ഇവിടെ കുറച്ച് പണികളൊക്കെ ചെയ്തു. ദേവാലയത്തിൽ പലരും കയറിയിറങ്ങി വീണ്ടും ഇതിപ്പം ശുദ്ധീകരിച്ച് ക്ലീനാക്കി ഭംഗിയാക്കി. പക്ഷേ ഈ ദേവാലയത്തെ നമ്മൾ ഭംഗിയാക്കി മോടിയാക്കി വെച്ചെങ്കിലും ദൈവമാണല്ലോ അത് വിശുദ്ധീകരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ച് ഇത് വിശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് സമർപ്പിക്കുന്ന ശുശ്രൂഷയാണ്. മോശ സമാഗമന കൂടാരം പണിതു. പുറപ്പാട് പുസ്തകം അവസാന അധ്യായത്തിൽ സമാഗമന കൂടാരം, ദൈവത്തിൻ്റെ കൽപ്പനകൾ സ്ഥാപിക്കാനുള്ള സമാഗമന കൂടാരം മോശ പണിത് അതിനുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തി അത് ശുദ്ധീകരിക്കുന്ന പ്രക്രിയ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തേജസ് വന്ന് നിറയുവാൻ തക്കവണ്ണം സമർപ്പിക്കുന്ന പ്രക്രിയ, ആ ശുശ്രൂഷ പുറപ്പാട് പുസ്തകം അവസാന അധ്യായത്തിൽ പറയുന്നുണ്ട്. ശലോമോൻ യെരൂശലേം ദേവാലയം പണിതു. യെരൂശലേം ദേവാലയം പണി പൂർത്തീകരിച്ചതിന് ശേഷം അത് വിശുദ്ധീകരിക്കുന്ന ശുശ്രൂഷ, ദീർഘമായ ശുശ്രൂഷ പറയുന്നുണ്ട്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 8-ാം അധ്യായത്തിൽ വലിയ ദീർഘമായ ശുശ്രൂഷയാണ്. ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ സ്ഥിരം സാന്നിധ്യത്തിനു വേണ്ടി, ദൈവത്തിൻ്റെ സ്ഥിരം സാന്നിധ്യത്തിനു വേണ്ടി സമർപ്പിക്കുന്ന സ്ഥലമാണ് ദേവാലയം. അതുകൊണ്ട് അത് എപ്പോഴും വിശുദ്ധമായിരിക്കണം, വിശുദ്ധമായും ഭംഗിയായും സൂക്ഷിക്കണം. ഇന്ന് നിങ്ങളിതൊക്കെ ഇതിന് ഭംഗിയാക്കി ക്രമീകരിച്ചിട്ടുണ്ട്. ഇതെന്നും ഇതുപോലെ ആയിരിക്കണം, എന്നും ഇതുപോലെ ആയിരിക്കണം, വിശുദ്ധവും ഭംഗിയുമായിരിക്കണം. എന്ന് മാത്രമല്ല, ദേവാലയത്തിനുള്ളിലേക്ക് കയറി വരുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിലെ എല്ലാ പ്രയാസങ്ങളും മാറി ആശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു അനുഭവം അവിടെ ഉണ്ടാകാൻ തക്കവണ്ണം ആ രീതിയിൽ ഉള്ള ഒരു സാഹചര്യവും ദേവാലയത്തിനുള്ളിൽ ഉണ്ടാകണം. ശാന്തതയുടെ, സമാധാനത്തിൻ്റെ ഒക്കെ അനുഭവം ഉണ്ടാകണം. നമ്മളെത്ര ഭംഗിയാക്കി ദേവാലയം പണിതാലും, എത്ര മനോഹരമായിട്ട് ഇട്ടിരുന്നാലും, ഇതിലെ മനുഷ്യർ സംഘർഷങ്ങളും പകയും വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ വെച്ചുകൊണ്ടാണെങ്കിൽ എവിടെയാണ് വിശുദ്ധിക്ക് നിലനിർത്താൻ തക്കവണ്ണം സാധിക്കുന്നത്? അതുകൊണ്ട് ഈ ദേവാലയത്തിൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത് നാം ഓരോരുത്തരുടെയും ദൈവാത്മാവിൻ്റെ നിറവ് കൂടിയാണ് എന്നുള്ളതും കൂടി പ്രത്യേകമായിട്ട് ഓർക്കണം. ഈ ദേവാലയം ഇപ്പോൾ പുനർസമർപ്പിക്കാം. ഇതിൽ ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുവാൻ തക്കവണ്ണം പ്രത്യേകം പ്രാർത്ഥിക്കാം.